നമസ്കാരം. പ്രധാന വാർത്തകൾ. ടോൾ കടക്കാൻ ചിലവേറും. ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ ഇത് 5ാം തവണയാണ് നിരക്ക് വർധന. 5 മുതൽ 10% വരെയാണ് വർധനമുണ്ടാവുക. കാർ, ജീപ്പ് ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്കാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ടോൾ പ്ലാസയിൽ നിന്ന് 7.5 കിലോമീറ്ററിലധികം ദൂരം പരിധിയിലുള്ള പ്രദേശവാസികളും ഇനി പണമടയ്ക്കണമെന്നും കരാർ കമ്പനി വ്യക്തമാക്കി. എന്നാൽ 10 കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാണ് ജനകീയ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം അംഗീകരിക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പെരുന്നാൾ ദിനത്തിലും പൊരുതി ആശമാർ. മുടിമുറിച്ച പ്രതിഷേധം, തലമുണ്ടനം ചെയ്ത പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം കടുപ്പിച്ച ആശാ വർക്കർമാർ 50ാം ദിവസത്തിലേക്ക് സമരം കടന്നപ്പോൾ മുടിമുറിച്ചാണ് ആശമാർ പ്രതിഷേധിച്ചത്. സമര നേതാവ് മിനിയാണ് ആദ്യം മുടിമുറിച്ചത്. പത്മജ എന്ന ആശാ വർക്കർ തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. എത്രത്തോളം മുടിമുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെന്നും സമര നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിലേക്ക് മറിഞ്ഞു. അച്ഛനും മകനും ദാരുണാന്ത്യം. കാടാപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിലേക്ക് മറിഞ്ഞ അച്ഛനും മകനും ദാരുണാന്ത്യം. മാറാക്കര സ്വദേശികളായ ഹുസൈൻ, മകൻ ഹാരിസ് അൻവർ എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇറക്കമിറങ്ങി വീഴുമ്പോഴാണ് സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. പാരിസാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട സ്കൂട്ടർ തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറ്റിൽ വീഴുകയായിരുന്നു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ആദ്യം വീടിന്റെ മതിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തകർന്ന മതിലിൽ നിന്ന് ഇരുവരുമായി സ്കൂട്ടർ തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കേരളത്തിൽ MDMA മൊത്തവിതരണം നടത്തുന്ന നൈജീരിയൻ സ്വദേശി പിടിയിൽ. കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും MDMA മൊത്തവിതരണം നടത്തുന്ന നൈജീരിയൻ സ്വദേശി പിടിയിൽ. നൈജീരിയൻ സ്വദേശി ആഗ്ബഡോ സോളമനാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. ഇരവിപുരം ASHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡൽഹിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൊല്ലത്ത് അറസ്റ്റിലായ ലഹരി കേസ് പ്രതിയിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം ഇരവിപുരം CI രാജീവും സംഘവും മാർച്ച് 25-ന് ഡൽഹിയിലെത്തി. അവിടെ താമസിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് ലഹരിക്കടത്തിലെ മുഖ്യകണ്ണിയായ അഗ്ബദോ സോളമൻ പിടിയിലായത്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്ഥാനക്കയറ്റം. GST ടാക്സ് ഓഫീസറെ സർവീസിൽ നിന്നും നീക്കി. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്ഥാനക്കയറ്റം നേടിയ GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അനിൽ ശങ്കറിനെ സർക്കാർ സർവീസിൽ നിന്നും നീക്കം ചെയ്തു. MG സർവകലാശാലയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയും പാസ്സാവാത്ത വകുപ്പ് തല പരീക്ഷ പാസ്സായതായി സർവീസ് ബുക്കിൽ എഴുതി ചേർത്തുമാണ് പലതവണ അനിൽ ശങ്കർ പ്രമോഷൻ നേടിയത്. ക്ലർക്കായി ആശ്രിത നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിച്ച അനിൽ ശങ്കർ തട്ടിപ്പിലൂടെ പ്രമോഷൻ നേടിയാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വരെയായത്. രേഖകൾ സഹിതം വാർത്തകൾ വന്നതോടെ അന്വേഷണം നടത്തി അനിൽ ശങ്കർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. കൊല്ലത്ത് ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് നേരെ പീഡന ശ്രമം. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. കൊല്ലത്ത് ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വയോധികൻ പിടിയിൽ. ചാത്തന്നൂർ സ്വദേശി യശോധരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM ചാത്തന്നൂർ കുടുക്കറ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു പ്രതിയായ യശോധരൻ. ചാത്തന്നൂരിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓട്ടോറിക്ഷയിൽ യുവതിയുടെ വീടിന് സമീപത്ത് 56-കാരനായ യശോധരൻ എത്തി. മദ്യലഹരിയിലായിരുന്ന പ്രതി ഭിന്നശേഷിക്കാരിയായ യുവതി മാത്രമുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന യുവതിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ ഓടിക്കൂടിയത്. അംഗപരിമിതിയായ പെൺകുട്ടി ഇയാൾ തറയിൽ തള്ളിയിട്ടിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി. തുടർന്ന് ചാത്തന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കഞ്ചാവ് കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. കാസർഗോഡ് കഞ്ചാവ് കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കഞ്ചാവ് കേസ് പ്രതിയായ കുമ്പള ബാബ്രാണി സ്വദേശി അബ്ദുൾ ബാസിത്താണ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രജിത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ രാജേഷിനും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പാവൂരിൽ യുവാവിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ. എറണാകുളം പെരുമ്പാവൂരിൽ MC റോഡിലെ സൺഡേ സ്കൂളിലെ കെട്ടിടത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ചുറ്റും ലഹരി വസ്തുക്കളുടെ കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ മൃതദേഹമാണെന്നാണ് സംശയം. അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ മുകളിൽ കയറി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. പെരുമ്പാവൂർ പോലീസ് എത്തി നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അമിത ലഹരി ഉപയോഗം മൂലം മരണം സംഭവിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആശമാരെ വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി.
ആശമാരുടെ മുടിമുറിക്കൽ സമരത്തിനെതിരെ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ഡൽഹിയിലാണെന്നാണ് മന്ത്രി തന്റെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്നും മന്ത്രി പരിഹസിച്ചു. ആർജവമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്താലെന്നും ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും ആശമാർക്ക് തൊഴിലാളി പദവി നൽകാനുള്ള ആവശ്യത്തിൽ കേന്ദ്രത്തിന് മറുപടിയില്ലെന്നും ശിവൻകുട്ടി അറിയിച്ചു. സൈനിക ബഹുമതിയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. മോഹൻലാലിനെതിരെ പരാതി. എമ്പുരാൻ വിവാദം കത്തിനിൽക്കെ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മോഹൻലാലിനെതിരെ പരാതി. മോഹൻലാൽ സൈനിക ബഹുമതിയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാർ പ്രതിരോധ മന്ത്രാലയത്തിനാണ് പരാതി നൽകിയത്. മോഹൻലാലിന് നൽകിയ ഓണററി പദവി പുനരവലോകനം ചെയ്യണമെന്ന പരാതിയിൽ മിഥുൻ വിജയകുമാർ ആവശ്യപ്പെട്ടു. മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന ആളാണെന്ന് മിഥുൻ വിജയകുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് വിരുദ്ധമാണ് മോഹൻലാൽ എമ്പുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രമെന്നും രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ NIA സ്വാധീനിപ്പിക്കാൻ കഴിയും എന്നതടക്കം ചിത്രം സൂചിപ്പിക്കുന്നുണ്ടെന്നും മിഥുൻ പറയുന്നു.